നമസ്കാരം, നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണോ? എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയത് നിങ്ങൾക്ക് വേണ്ടി 4 അപ്ഡേറ്റുകൾ യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ്. ആദ്യത്തെ അപ്ഡേറ്റ് എന്താണെന്ന് അറിയോ? യൂട്യൂബ് ഷോപ്പിംഗ് അഫിലിയേറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. നമുക്കറിയാം യൂട്യൂബ് ഷോപ്പിംഗ് അഫിലിയേറ്റിൽ ഇപ്പം ഫ്ലിപ്കാർട്ടിലെയും മിന്ത്രയിലെയും പ്രൊഡക്റ്റുകൾ നമുക്ക് ടാഗ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ മൂന്നാമതും നാലാമതായിട്ട് 2 സൈറ്റുകളുടെ ഇ-കൊമേഴ്സ് സൈറ്റുകളുടെ ഇപ്പം യൂട്യൂബ് ഷോപ്പിംഗ് അഫിലിയേറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറയാം. ആദ്യത്തെ സൈറ്റാണ് നൈക്ക. ബ്യൂട്ടി ഗ്രൂമിംഗ് പ്രൊഡക്റ്റുകളൊക്കെയാണ് നൈക്കയിൽ കൂടുതലും ലഭിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കണ്ടന്റുകൾ ചെയ്യുന്നവർക്ക് ഇനി മുതൽ ഷോപ്പിംഗ് അഫിലിയേറ്റിൽ നൈക്കയിൽ നിന്നുള്ള പ്രൊഡക്റ്റുകളോട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നാലാമതായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ബ്രാൻഡാണ് പർപ്പിൾ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. ഒരുപക്ഷെ നിങ്ങൾ പർപ്പിൾ വെബ്സൈറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ഇവിടെയും ബ്യൂട്ടി ഗ്രൂമിംഗ് ടൈപ്പ് പ്രൊഡക്റ്റ് ഒക്കെയാണ് ലഭിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇനി മുതൽ പർപ്പിളിലെ പ്രൊഡക്റ്റുകളോട് യൂട്യൂബിൽ ഡയറക്റ്റ് ആയിട്ട് ഷോപ്പിംഗ് അഫിലിയേറ്റിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ അപ്ഡേറ്റ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം യൂട്യൂബിൽ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് ടെർമിനേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു ചാനലിലൂടെ ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരം യൂട്യൂബ് തരത്തില്ല. അഥവാ നമ്മൾ 1-2 ചാനലിലൂടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് അത് മനസ്സിലാക്കിയാൽ അപ്പം തന്നെ ആ ചാനലുകൾ ടെർമിനേറ്റ് ചെയ്ത് കളയും. അതായത് യൂട്യൂബിൽ ഒരാൾക്ക് ഒരു ചാനൽ മാത്രമല്ല ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്, മൾട്ടിപ്പിൾ ചാനൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ചാനൽ ടെർമിനേറ്റ് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ചാനലുകളൂടെ ടെർമിനേറ്റ് ആവും. പിന്നീട് നമുക്ക് പുതിയ ചാനലുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരം യൂട്യൂബ് തരത്തില്ല എന്നായിരുന്നു. പക്ഷെങ്കിൽ യൂട്യൂബ് ഇവിടെ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ചാനലുകൾ ഡിലീറ്റ് ആകുകയും അവർക്ക് ചാനലുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഒരുപാട് റിപ്പോർട്ടുകൾ യൂട്യൂബിന് ചെന്നിട്ടുണ്ടാകാം. അതുകൊണ്ട് യൂട്യൂബ് ഇപ്പോൾ ഒരു അവസരം കൂടെ കൊടുക്കുകയാണ്. ടെർമിനേറ്റ് ആയ ചാനൽ ഉള്ളവർക്ക് അവർക്ക് പുതുതായിട്ടൊരു ചാനലിലൂടെ ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കുകയാണ്. അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ആരെങ്കിലും ചാനലുകൾ ഏതെങ്കിലും കാരണം കൊണ്ട് ടെർമിനേറ്റ് ആകുകയും പിന്നീട് അവർക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് പറയണം നിങ്ങൾക്ക് ഇനിയും ചാനലുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരവസരം കൂടാണ് യൂട്യൂബ് തരുന്നത്. വീണ്ടും ഇതേപോലെ ടെർമിനേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. പിന്നീട് ചിലപ്പോൾ നമുക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതെ വരും. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം കുറച്ചുകൂടെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. അടുത്തത് മൂന്നാമത്തെ ഓപ്ഷൻ മൾട്ടി ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷനാണ്. ഇപ്പം നമുക്കറിയാം ഓട്ടോ ഡബിന്റെ ഒരു ഫീച്ചർ യൂട്യൂബിൽ ലഭിക്കുന്നുണ്ട്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം മലയാളം വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷിലൂടെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ലഭിക്കുക. പക്ഷേ ആ ഒരു ഓപ്ഷൻ നമ്മൾ ഓട്ടോ ഡബ് എനേബിൾ ചെയ്തെങ്കിൽ ആ ഒരു ഫീച്ചർ ഉള്ളൂ. അപ്പം ഇവിടെ ഒരു പ്രശ്നം വരുന്നത് എന്താണ്? AI വോയിസ് ആണ് വരുന്നത്. നമുക്ക് മനസ്സിലാവും ഇത് എയുടെ വോയിസ് ആണെന്നുള്ള കാര്യം. എന്നാൽ കുറച്ചൊരു ഇതിപ്പോൾ ഒരു ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ്, തേർഡ് ജനറേഷനിലേക്കൊക്കെ ഇവർ അപ്ഗ്രേഡ് ആയി കഴിയുന്ന സമയത്ത് ഈ ഒരു AI വോയിസ് മാറിയിട്ട് ഹ്യൂമൻ വോയിസിൽ തന്നെ നമുക്ക് ഈ ഓട്ടോ ഡബ്ഡ് ആയിട്ടുള്ള ഓഡിയോ കേൾക്കാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം യൂട്യൂബിയുടെ മറ്റൊരു കാര്യം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മൾട്ടി ലാംഗ്വേജ് സപ്പോർട്ടിന് നമുക്ക് നമ്മുടെ വീഡിയോകളിൽ ലഭിക്കും. അതായത് ഇപ്പോൾ ഓൾറെഡി പല ചാനലുകളിൽ ഈ ഒരു ഫീച്ചർ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ചാനലിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല, ഒന്ന് നോക്കണം. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീഡിയോകൾ ഏതൊക്കെ ലാംഗ്വേജിലേക്ക് ഡബ് ചെയ്യണോ അത് നിങ്ങൾ ഡബ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ഡബ്ഡ് ആയിട്ടുള്ള വേർഷന് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നീട് ആ ഒരു വീഡിയോ ഇപ്പോൾ ആ ഒരു റീജിയനിൽ നിന്ന് വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡബ്ഡ് ആയിട്ടുള്ള ഓഡിയോ ആയിരിക്കും അവർക്ക് കിട്ടുക. അതായത് വേൾഡ് വൈഡ് നമ്മുടെ വീഡിയോയ്ക്ക് കാണാൻ ആളുകളും അല്ലെങ്കിൽ അതിനുള്ള ഒരു കണ്ടന്റ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ മൾട്ടി ലാംഗ്വേജ് ഫീച്ചറിലൂടെ നല്ല രീതിയിലുള്ള വരുമാനം കിട്ടും. ഇപ്പൊ തന്നെ യൂട്യൂബ് ഇത് ഒരു ടെസ്റ്റ് റണ്ണിങ്ങിൽ വിട്ടപ്പോൾ തന്നെ 25%ഓളം സാധാരണ കിട്ടുന്നതിനേക്കാളും വ്യൂവും വാച്ച് ടൈമും ഏർണിംഗ്സും ഒക്കെ പല കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഫീച്ചർ വരുന്ന സമയത്ത് നിങ്ങളുടെ കണ്ടന്റ് ഇതിന് പറ്റിയതാണെന്നുണ്ടെങ്കിൽ മൾട്ടി ലാംഗ്വേജിലൊക്കെ നിങ്ങൾ ഡബ് ചെയ്തിട്ട് വിടുക. അടുത്തതൊരു പോളിസി അപ്ഡേറ്റ് ആണ്. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോളിസി അപ്ഡേറ്റ് ആണ്. ഈ ഒരു പോളിസിയെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ ചാനലിൽ ഈ ഒരു മിസ്റ്റേക്ക് കാണിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ എവിടുന്നെങ്കിലും ഒക്കെ ആരെങ്കിലും പൊട്ടന്മാർ പറയുന്നത് കേട്ടിട്ട് ചിലപ്പം നമ്മൾ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്താൽ നാളെ ഈ ഒരു പോളിസിയുടെ പേരിൽ നമ്മുടെ ചാനൽ യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യും. ഇത് 2025 ഒക്ടോബർ 20 മുതലായിരിക്കും ഈ ഒരു പോളിസി സ്റ്റാർട്ട് ആകാൻ പോകുന്നത്. എന്താണ് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് ഈസ് അപ്ഡേറ്റിംഗ് ഇറ്റ്സ് മെഡിക്കൽ misinformation policy to enforce against content that falsely claim tobacco or nicotine are not addictive or harmful. അതായത് നമ്മുടെ വീഡിയോയിലൂടെ ഈ പറയുന്ന ടൊബാക്കോ, അതേപോലെ നിക്കോട്ടിൻ, കഞ്ചാവ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഹാംഫുൾ അല്ല, ഇതിന് അഡിക്റ്റീവ് ആകത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോകൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനത്തെ കണ്ടന്റുകൾ നമ്മുടെ ചാനലിലെ വീഡിയോകളിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് യൂട്യൂബിന്റെ പോളിസി വയലേഷൻ ആണ്. ഒക്ടോബർ 20 ശേഷം അങ്ങനെയുള്ള വീഡിയോകളിൽ യൂട്യൂബ് സ്ട്രൈക്ക് തരും. ഓട്ടോമാറ്റിക്കായിട്ട് ആ വീഡിയോകൾ റിമൂവ് ആവും. അതുകൊണ്ട് അങ്ങനെയുള്ള കണ്ടന്റുകൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഒഴിവായിക്കൊള്ളുക. കാരണം ഞാൻ പല വീഡിയോകളും മലയാളത്തിൽ കണ്ടിട്ടുണ്ട്. പലരും ഈ കഞ്ചാവ് പോലെയുള്ള സാധനങ്ങളൊക്കെ നല്ലതാണ്, അത് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോകൾ പലരും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് മാക്സിമം അങ്ങനെയുള്ള കണ്ടന്റുകൾ ഒഴിവായിക്കൊള്ളുക. കാരണം ഈ ഒരു പോളിസിക്കകത്ത് ഇപ്പോൾ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ചാനലിൽ പണി കിട്ടും. അപ്പോൾ എന്തായാലും ഈ 4 അപ്ഡേറ്റുകളും ആവശ്യമുള്ളതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുന്നതിനോടൊപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. എല്ലാ വീഡിയോയിലും വന്നിട്ട് ലൈക്ക് ചെയ്യണമെന്ന് പറയുന്നതുകൊണ്ടാണ് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതെന്ന് അറിയാം. എന്നാൽ ഇതേപോലുള്ള യൂട്യൂബുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഒക്കെ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ഒരു ലൈക്ക് കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.